ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയരാം സ്നേഹമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതോട്ടും പാർവണ ശശിബിംബം. മഹാകവി ഉള്ളൂരിന്റെ കവിതയിലെ ഈ രണ്ട് വരികളാണ് അക്കാദമിയുടെ പ്രചോദനവും ശക്തിയും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നാണ് പ്രമാണം. കേരള മാപ്പിള കലാ അക്കാദമി രൂപം കൊണ്ടതും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നതും ആ മഹത്തായ ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. കൂടപ്പിറപ്പുകളോടുള്ള കടമ നിർവഹിക്കുന്നതിലൂടെ ഓരോ മനുഷ്യനും നേടിയെടുക്കുന്ന ആത്മസംതൃപ്തി, അതിലൂടെ അറിഞ്ഞോ അറിയാതെയോ ലഭിക്കുന്ന ദൈവിക അനുഗ്രഹം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ പിന്തുണയോടുകൂടി ഒരു നാൾ ഞങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുവാൻ അക്കാദമിയിലെ ഓരോ പ്രവർത്തകന്മാരും തയ്യാറാണ്. ആറ്റം ബോംബുകൾക്കും രാസായുധങ്ങൾക്കും സാധിക്കാത്ത പലതും നിർമ്മലമായ പവിത്രമായ സ്നേഹം എന്ന വികാരം കൊണ്ട് ഈ ലോകത്ത് മുഴുവൻ ഒരു അമ്മ വെച്ച മക്കളെ പോലെ ഒരു കുടക്ക് കീഴിൽ അണിനിരത്താൻ എളുപ്പമാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും എന്ത് ത്യാഗം സഹിക്കുവാനും അക്കാദമി തയ്യാറാണ്. അക്കാദമിയുടെ അജയ്യനായ അമരക്കാരൻ ടി.എച്ച്. അബ്ദുള്ള മാസ്റ്ററുടെ സത്യസന്ധമായ നിസ്വാർത്ഥമായ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലൂടെ കേരളത്തിലുടനീളം ഇതിനകം ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് 4 വർഷം പിന്നിട്ട കേരള മാപ്പിള കലാ അക്കാദമി കേരളത്തിലെ ജനങ്ങളുടെ ആദരവ് പിടിച്ചു പറ്റിയ മഹത്തായ സംഘടനയാണ്. ഇതിനകം അക്കാദമി കേരളത്തിലുടനീളം നടത്തിയ സ്നേഹസംഗമങ്ങൾ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട വലിയൊരു സംഭവമാണ്. മറ്റൊരു മഹാസംഭവത്തിന് വീണ്ടും തുടക്കം കുറിക്കുവാൻ പോവുകയാണ് കലാലയ സ്നേഹദൂത്. കലാലയങ്ങളിലെ കുരുന്നു മനസ്സുകളിലേക്ക് സ്നേഹത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതാണ് കലാലയ സ്നേഹദൂത് കൊണ്ട് അക്കാദമി ഉദ്ദേശിക്കുന്നത്. ദൈവം അതിനനുഗ്രഹിക്കട്ടെ. മഹത്തായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ശ്രീ കെ മുരളീധരൻ എംപിക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ ആശംസകൾ നേർന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും സദസ്സിൽ ധന്യമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സ്നേഹനിധികളായ കലാപ്രേമികൾക്കും ഒറ്റ വാക്കിൽ അക്കാദമിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്.